2025 വലിയ ഹൈപ്പ് വന്നിട്ട് നമ്മളെ ഫുൾ സാറ്റിസ്ഫൈ ചെയ്യാതെ പോയ മലയാള സിനിമകളെക്കുറിച്ചാണ് നമ്മളിപ്പം പറയുന്നത്. പക്ഷേ ഈ സിനിമകളാണെങ്കിൽ ചിലത് ഹിറ്റും ആയിരിക്കും, ചിലത് ഫ്ലോപ്പും ആയിരിക്കും. പക്ഷേ നമ്മൾ ആ ഒരു ലെവലിലല്ല ഈ സിനിമകളെ വിലയിരുത്തുന്നത്. നമ്മളെ ഭയങ്കര എക്സ്പെക്റ്റേഷൻ തന്നിട്ട് നമുക്ക് എല്ലാവർക്കും വർക്കാകാതെ പോയ സിനിമകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലെ ഫസ്റ്റ് പടം എന്ന് പറയുന്നത് എമ്പുരാനാണ്. ലാലേട്ടൻ നായകനായി പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്യുന്ന എമ്പുരാൻ. ഈ ഒരു സിനിമയുടെ ഹൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തെ ഏറ്റവും വലിയൊരു ഹൈപ്പ് വന്നൊരു സിനിമകളിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരു പടം തന്നെയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ലൂസിഫർ കിഡിലെ ഹിറ്റായിരുന്നു. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ ഒന്നും കൂടെ ചേരുമ്പോഴാണെങ്കിൽ ഭയങ്കര ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ട്രെയിലറൊക്കെ ഉണ്ടാക്കിയ ഓളോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ ഒന്നുമല്ല. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ ട്രെയിലർ ഏകദേശം 12 മണി ലീക്ക് ആകുമായിരുന്നു. അതിനുശേഷം അവർ രാത്രി ആ ട്രെയിലർ അങ്ങ് ഇറക്കി വിടുമായിരുന്നു. നമ്മൾ അന്നേരം തന്നെ അത് റിയാക്ഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു ആ ഒരു ടൈമിൽ. എന്തായാലും എമ്പുരാനാണെങ്കിൽ പുറത്ത് വന്നപ്പോഴത്തേക്കിനും എല്ലാവർക്കും ഇഷ്ടപ്പെടാതെ ഒരു മിക്സഡ് റെസ്പോൺസ് ഉള്ള രീതിക്കാണ് ആ ഒരു സിനിമ പുറത്ത് വന്നത്. പിന്നെ ഭയങ്കര വിവാദവും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു രീതിക്ക് ഒരു പ്രൊമോഷനും ഒക്കെ ആയി ആ പടം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സ് ഓഫീസിലാണെങ്കിൽ ആ ഒരു മിക്സഡ് റിപ്പോർട്ട് ബാധിച്ചിട്ടില്ലെന്ന് തന്നെ പറയണം. ഏകദേശം 265 കോടിക്ക് മുകളിൽ തന്നെ ആ ഒരു സിനിമ കളക്ട് ചെയ്ത് കിടില ഒരു ബോക്സ് ഓഫീസ് ഹിറ്റ് തന്നെ ആയിട്ടുണ്ടായിരുന്നു. ഈ സിനിമയാണെങ്കിൽ എല്ലാവരെയും ഫുൾ സാറ്റിസ്ഫൈ ചെയ്യാതെ പോയൊരു ചിത്രമാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. എന്നാലും എനിക്ക് ഈ സിനിമ പേഴ്സണലി അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തന്നെയായിരുന്നു എമ്പുരാൻ എന്നുള്ളത്. എന്തായാലും നമുക്ക് അടുത്ത L3 എന്താകും എന്നൊക്കെ ഉള്ളത് ചോദ്യചിഹ്നമായിട്ടൊക്കെ നിൽക്കുകയാണ്. ചിലർ പറയുന്നു കാണും, ചിലർ പറയുന്നു കാണത്തില്ല. എന്തായാലും നമുക്ക് ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇനി വെയിറ്റ് ചെയ്യാം. പുള്ളി ഇതിൽ സംഭവിച്ച തെറ്റും കാര്യങ്ങളും എല്ലാം തിരുത്തി നല്ല രീതിക്ക് അത് പുറത്തു വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ ലിസ്റ്റിലാണെങ്കിൽ രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് മമ്മൂക്ക നായകനായ ബസൂക്ക എന്ന് പറയുന്ന സിനിമയാണ്. ഡെനോ ഡെന്നീസ് ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു നല്ലൊരു ഹൈപ്പ് തന്നെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഈ സിനിമ ഏപ്രിൽ 10-ാം തീയതിയാണ് പുറത്തിറങ്ങിയത്. ലാലേട്ടൻ്റെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മാർച്ച് 27-ന് പുറത്തിറങ്ങിയപ്പം അതിൻ്റെ തൊട്ടടുത്ത മാസം പുറത്തിറങ്ങിയ ഒരു സിനിമയാണ്. ഇതിൻ്റെ ടീസർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്നും ഒരു പ്രതീക്ഷ തരുന്ന രീതിക്കത്തെ ഒരു ടീസറായിരുന്നു ഈ സിനിമയുടെ. മമ്മൂക്കയുടെ ഡയലോഗും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കിടിലൻ സംഭവമായിരുന്നു. പക്ഷേ പടം അതിനനുസരിച്ച് ഉയർന്നില്ല. എന്തായാലും ഈ ഒരു സിനിമ ഒരു ഫ്ലോപ്പിലോട്ടാണ് പിന്നെ പോയത്. ഇതുവരെയായിട്ട് ഈ സിനിമ OTT റിലീസും ആയിട്ടില്ല. എന്തായാലും ബസൂക്ക എന്ന് പറയുന്ന സിനിമ നമ്മളെ ഒന്ന് നിരാശപ്പെടുത്തിയ സിനിമയാണ്. അത്യാവശ്യം ആർക്കും ആ സിനിമ വർക്കായിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ലിസ്റ്റിൽ മൂന്നാമതുള്ള മിറാജ് എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ ഈ സിനിമയാണ് ഒരു ക്രൈം ത്രില്ലർ മൂവി ആയിരുന്നു. ഈ സിനിമ ഇറങ്ങിയതാണെങ്കിൽ സെപ്റ്റംബർ 19-നാണ് ഈ ഒരു സിനിമ ഇറങ്ങിയത്. അപ്പോൾ ഇതിൽ നായകനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ആസിഫ് അലി, നായികയായിട്ട് അപർണ ബാലമുരളി. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ജിത്തു ജോസഫാണ് സംവിധാനം ചെയ്തത്. ഒരു പക്ക ഒരു ക്രൈം ത്രില്ലർ പടമായിട്ട് അവർ അത് അങ്ങനെ ഉദ്ദേശിച്ചെടുത്ത സിനിമയാണ്. പക്ഷേ അത്രയ്ക്കും കൂടെ വർക്കൗട്ട് ആയില്ല. പക്ഷേ ഈ സിനിമയുടെ ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ലൊരു ക്ലൈമാക്സ് ആയിരുന്നു. പക്ഷേ അതിനനുസരിച്ചുള്ള സീൻ ബൈ സീനിലാണ് ഈ ഒരു പടത്തിന് പണി കിട്ടിയെന്നുള്ള കാര്യം നമ്മൾ പറയുന്നത്. ഇതൊരു ഹിന്ദി ചിത്രമായിട്ട് എടുക്കാനിരുന്ന സിനിമയായിരുന്നു. പിന്നെ ഈ സിനിമയ്ക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. കൂമൻ എന്ന സിനിമയ്ക്ക് ശേഷം എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം ജിത്തു ജോസഫ് ആസിഫ് അലിയും വരുന്നു. അതേപോലെ തന്നെ അപർണ ബാലമുരളി നമ്മുടെ ആസിഫ് അലി എന്ന് പറഞ്ഞൊരു വലിയൊരു കോമ്പിനേഷനാണ്. അവർ ചെയ്ത പടങ്ങളെല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് ഹിറ്റായിട്ടുള്ള പടങ്ങളാണ്. അപ്പോൾ ആ ഒരു കോമ്പിനേഷനിൽ വന്ന അടുത്തൊരു സിനിമയായിരുന്നു ഈ മിറാജ് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഈ സിനിമയും തിയേറ്ററിൽ അത്രത്തോളം വർക്കായില്ല. ഒരു ഫ്ലോപ്പ് ചിത്രം അല്ലെങ്കിൽ ഒരു ആവറേജ് ചിത്രമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നല്ല രീതിക്ക് ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക്. ഏകദേശം പടത്തിന് ഹൈപ്പിനനുസരിച്ചുള്ള ഒരു ഇതുണ്ടെങ്കിൽ ഒരു ആസിഫലിയുടെ ഒരു അത്യാവശ്യം ഒരു നല്ലൊരു കളക്ഷൻ കിട്ടിയ ഒരു സിനിമ എന്നൊരു ലേബലിലേക്ക് വന്നതിന് എന്തായാലും ഈ സിനിമ ഒരു നിരാശ തകർന്നൊരു സിനിമ തന്നെയായിരുന്നു ഈ വർഷത്തെ. അടുത്ത ചിത്രം എന്ന് പറയുന്നത് സെപ്റ്റംബർ 25-ന് പുറത്തിറങ്ങിയ കരവ് എന്ന് പറയുന്ന സിനിമയാണ്. നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ ഒരു ആക്ഷൻ പടം കാണാമെന്നുള്ളൊരു മൈൻഡിലാണ് എല്ലാവരും ഇരുന്നത്. അപ്പോൾ ഇതിൽ നായകനായിട്ട് വന്നത് നോബിൾ ബാബു തോമസ് ആണ്. പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല രീതിക്ക് ഇതിനകത്ത് ആക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് ആണെങ്കിലും നല്ല രീതിക്ക് ഈ പടം എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റോറി ഈ പടത്തിൻ്റെ പോരായിരുന്നു. ഭയങ്കര ഒരു പോരായ്മ തന്നെയായിരുന്നു. സ്റ്റോറിയുടെ ഭാഗത്തുനിന്ന് ഭയങ്കര ഒരു ഇടിവ് തന്നെയായിരുന്നു. പിന്നെ മ്യൂസിക്കും കാര്യങ്ങളും ബാക്കി എല്ലാം സെറ്റ്. പക്ഷേ സ്റ്റോറിയാണ് ഈ പടത്തിൽ പാളിപ്പോയത്. മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിലും വിനീത് ശ്രീനിവാസൻ്റെ ആ ഒരു കഴിവ് പുള്ളി തെളിയിച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമ ഈ വർഷത്തെ ഏറ്റവും വലിയ പരാജയ ചിത്രങ്ങളുടെ ലിസ്റ്റ് നോക്കുവാണെങ്കിൽ അതിൽ ഏകദേശം ടോപ്പ് 5 വരുന്നൊരു ചിത്രം തന്നെയാണ് കരവ് എന്ന് പറയുന്ന സിനിമ. ശരിക്കും പറഞ്ഞാൽ വളരെയധികം നിരാശ നിറഞ്ഞൊരു സിനിമ തന്നെയായിരുന്നു കരവ് എന്ന് പറയുന്ന ചിത്രം. അടുത്ത ചിത്രം എന്ന് പറയുന്നത് ജയൻ നമ്പ്യാറിൻ്റെ സംവിധാനത്തിൽ നവംബർ 19-ന് പുറത്തിറങ്ങിയ വിലായ് ബുദ്ധ എന്ന് പറയുന്ന സിനിമയാണ്. ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാനിരുന്ന നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുള്ള നമ്മുടെ സംവിധായകനായിട്ടുള്ള സച്ചിയായിരുന്നു സംവിധാനം ചെയ്യാനിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്നുള്ള ഒരു ലെവലിൽ പൃഥ്വിരാജ് നായകനായി പുറത്തിറങ്ങിയ ഒരു നല്ല രീതിക്ക് ഒരു ഹൈപ്പുള്ള സിനിമ തന്നെയായിരുന്നു. കാരണം സച്ചി ഇത്രത്തോളം വലിയൊരു സംവിധായകനായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം നമ്മൾ ഈ ഒരു പടം പ്രതീക്ഷിച്ചത് തന്നെ പുള്ളിയുടെ ആ ഒരു റേഞ്ച് ഡയറക്ഷനും കാര്യങ്ങളും പ്രതീക്ഷിച്ചില്ലെങ്കിലും നല്ലൊരു പടമായിരിക്കും എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ശരിക്കും ഈ സിനിമ ഒരു ആവറേജ് ആയിപ്പോയൊരു പടം, ഫ്ലോപ്പ് അല്ലായിരുന്നു, ഒരു ആവറേജ് ആയിപ്പോയ പടമാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്താനായിട്ട് ഈ സിനിമയ്ക്ക് സാധിച്ചില്ലെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഇതിൽ നായികയുടെ അബോർഷൻസൊക്കെ നല്ല രീതിക്ക് ക്രിഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഈ ഒരു സിനിമ നല്ല രീതിക്ക് വന്നിരുന്നെങ്കിൽ അത്യാവശ്യം ഒരു 50 കോടിക്ക് മുകളിലൊക്കെ കളക്ഷൻ സിമ്പിളായിട്ട് തൂക്കാൻ പറ്റിയൊരു സിനിമ തന്നെയായിരുന്നു. എങ്കിലും
ഈ സിനിമ ഈ വർഷം എല്ലാവരെയും തൃപ്തിപ്പെടുത്താതെ പോയ സിനിമകളിൽ ഒരു സിനിമ തന്നെയാണ്. അടുത്ത ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ 18 പുറത്തിറങ്ങിയ ബബ്ബ എന്ന് പറഞ്ഞ ദിലീപ് ലാലേട്ടൻ ചിത്രത്തിൻ്റെ കാര്യമാണ്. ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവൽ ഹൈപ്പായിരുന്നു. ഇപ്പോൾ ദിലീപിൻ്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ കേസൊക്കെ കഴിഞ്ഞ് പുള്ളി എന്ന കുറ്റവിമുക്തനായിട്ട് പുറത്ത് വന്നതിന് ശേഷമുള്ള സിനിമ, അങ്ങനെ ഒരു കമ്പാക്ക്, ഈ പടത്തിൽ കൂടെ ഒരു കമ്പാക്ക് എന്നുള്ള രീതിക്ക് പുറത്ത് വന്നൊരു സിനിമയാണ്. ഇതിനകത്താണെങ്കിൽ ലോജിക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത രീതിക്കാണ് ഈ കഥ പോകുന്നതെന്ന് അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് വന്നപ്പോഴാണെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല, ഒരു വിഭാഗം ആൾക്കാർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. ഒരു മിക്സഡ് റിപ്പോർട്ട് എന്ന രീതിക്കാണ് സിനിമ വന്നത്. എങ്കിലും ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനിലൊന്നും അത് വലിയൊരു പ്രശ്നമായിട്ട് വന്നില്ല. ഏകദേശം 50 കോടിക്ക് മുകളിൽ തന്നെ ഈ സിനിമ കളക്ഷൻ നേടി ഇപ്പോഴും നല്ല രീതിക്ക് തന്നെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രൊഡ്യൂസർക്കും കാര്യങ്ങൾക്കും ഈ സിനിമ പ്രോഫിറ്റബിൾ ആണെന്നുള്ളൊരു കാര്യം അവർ ഓൾറെഡി തന്നെ പുറത്തു വിട്ടൊരു കാര്യമാണ്. ഈ സിനിമ നമ്മുടെ ഗോകുലം ഗോപാലനായിരുന്നു മലയാളത്തിലേക്ക് കൊണ്ടുവന്നിരുന്നത്. എന്തായാലും ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ്. പക്ഷേ എങ്കിലും ഇത് ഒരുവിധ ഓഡിയൻസിനൊന്നും ഈ സിനിമയെ ഇഷ്ടപ്പെട്ടില്ലെന്നുള്ളത് ഒരു സത്യമാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ സിനിമയിലാണെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ വന്നതിൽ ഹിറ്റായ ചിത്രങ്ങളുണ്ട്, ഹിറ്റാകാത്ത ചിത്രങ്ങളുണ്ട്. അപ്പം ഞാൻ ഏതെങ്കിലും സിനിമ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് ചിലതൊക്കെ വിട്ടുപോകും, എല്ലാം ഇപ്പോൾ ഓർത്തെടുത്ത് പറയാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ചിത്രം നിങ്ങളുടെ ഒരു ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.